ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നമ്മളിവിടെ ഈ ഒരു പ്ലാന്റ്, റോസിൻ്റെ പ്ലാന്റാണ്. അതിൽ ഇതുപോലത്തെ ചെറിയ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് പൂക്കളാണ് വരുന്നത്. ഇതുപോലെയുള്ള ലൈറ്റ് യെല്ലോ ഷെയ്ഡ് പൂക്കളാണ് നമുക്ക് ഈ റോസിൽ കിട്ടുന്നത്. അപ്പോൾ നിറച്ച് മുട്ടുകളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ പൂ ഉണ്ടായി കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന പ്രൂണിങ് നമ്മളെങ്ങനെ അതിനെ പ്രൂൺ ചെയ്യണം, പിന്നെ അതിന് ഇപ്പം പുല്ലും കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട്. കുറച്ച് ദിവസം എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നീക്കം ചെയ്ത് എങ്ങനെ അതിന് വളം ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനെന്തൊക്കെ വളമിടാം, ഇപ്പോൾ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ടാകുന്ന ചില പച്ചക്കറിയുടെ വേസ്റ്റ്, മുട്ടത്തോട്, ചായച്ചണ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള തന്നെ നമുക്ക് വളം വേറെ മേടിക്കാണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ പ്രൂണിങ് ചെയ്തതിന് ശേഷമാണ് നമ്മളതിന് വളമിടുക, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വളമിടേണ്ടത്. അപ്പോൾ അതിൽ ചെയ്യാവുന്നത്, ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം കുറച്ച് ഉണങ്ങിയിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഈ അറ്റത്തോട് ചേർന്ന് ഉണങ്ങിയിരിക്കുന്നത് അത് പുതിയ ലീവ്സ് വരുന്നതിന് അത് ഭയങ്കര ഗുണം ചെയ്യാണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പോൾ ഞാനിത് ഓരോന്നും ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഡീറ്റെയിൽഡായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഏതെല്ലാം ആണെന്ന്. അല്ലെങ്കിൽ പറയാണ്ട് തന്നെ നമ്മൾ അതിൻ്റെ തളിര് വരുന്ന ഭാഗം മുറിച്ചു പോകും. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. ഉണ്ടോ, ഈ ടിപ്പിൽ ഇവിടെ ഒരു തളിര് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, അപ്പോൾ അവിടെ നമ്മൾ ഈ ഉണക്ക ഇത് ഭാഗം കണ്ടിട്ട് അവിടെ മുറിക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു തളിര് അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ തളിരുള്ള ഭാഗം നമ്മൾ കഴിയുന്നതും മുറിക്കാണ്ടിരിക്കുക. മുറിച്ചാൽ അവിടെ വേറെ വരും, ബട്ട് ഒരു പൂ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള സാധനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ്ലി നോക്കി അവിടെ കംപ്ലീറ്റ് മുറിച്ച് കൊടുക്കുക. പിന്നെ പൂ ഉണ്ടായി കഴിഞ്ഞതാണ് അടുത്തത്. അത് നമ്മളൊരു ഒരു ഇല താഴെ വെച്ച് മുറിക്കുക. ഇത് ചെറിയൊരു ടൈപ്പ് പ്ലാന്റാണ്, കുറ്റിയായിട്ടുള്ള. മറ്റേതുപോലെ നമ്മൾ കൂടുതൽ മുറിച്ച് കളയരുത് ഇതിന്. അപ്പോൾ അതാണ് ഞാൻ ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. മറ്റേതിൻ്റെ ഒരു ഓർക്കിഡ് റോസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെയല്ല ഇതിൻ്റെ കേസ്. അപ്പോൾ നമ്മളിതിങ്ങനെ എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് അതെല്ലാം മുറിച്ച് കളയുന്നുണ്ട്. ഇതുപോലെ ഇത് കണ്ടോ, ഇത് വരുന്നിടത്ത് നമ്മൾ അതിൻ്റെ തളിരുണ്ട് താഴെ. ആ തളിരിൽ നമ്മൾ കട്ട് ചെയ്യരുത്. ആ രണ്ടില താഴെ അടുപ്പിച്ച് 2 ഇലയിലുണ്ട്. ആ 2 ഇല താഴെ മുറിച്ചു. ഇവിടെ അതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കമ്പുകളെല്ലാം നമ്മൾ ഇതുപോലെ മുറിച്ച്, ഇവിടെയുള്ള സാധനം ഇവിടെയൊക്കെ കമ്പ് മുറിച്ചു. ബാക്കിയുള്ള പ്രൂണിങ് ഞാൻ ചെയ്യാം, നമ്മളത് വീഡിയോയിലേക്ക് ലെങ്തി ആക്കണ്ട. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുല്ല് ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇത് ഇതിൽ പുല്ലുകൾ അവിടെ തന്നെ ഇടാറുണ്ട്. പക്ഷേ ഈ പുല്ലുകളുടെയൊക്കെ വേര് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ ടൈപ്പ് ഇത് കണ്ടോ, ഇതിൽ വരുന്ന ഈ വേരുകൾ ഇതിൻ്റെ അടിയിലിരിക്കും. നമ്മൾ ഇതിലേക്ക് തന്നെ ഇടുകയെന്ന് വിചാരിക്കുക. ഇതിലേക്ക് ഇട്ടാനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഇത് ഇവിടെ തന്നെ അതിൻ്റെ വേരുകൾ വന്ന് പെട്ടെന്ന് പിന്നെ വരാനുള്ള ചാൻസ്. ഇത് നമ്മൾ പറിച്ച് മാറ്റി വേറൊരു നമ്മുടെ ഒരു കമ്പോസ്റ്റിൻ്റെ ബിന്നിലേക്ക് അതിന് ഇട്ടതിന് ശേഷം അഴുകി ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ നമുക്കത് അതൊരു വളമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പുല്ലൊന്നും നമ്മൾ തിരിച്ച് അതിനകത്ത് ഇടരുത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റേറ്റ്. അപ്പോൾ ഈ കംപ്ലീറ്റ് പുല്ലും പറിച്ചതിന് ശേഷം ഞാൻ ബാക്കി കാണിക്കാം. പ്രൂൺ ചെയ്ത് ബാക്കി പുല്ല് പറിച്ചതിന് ശേഷം ഇത് ഇളക്കി കൊടുത്തിട്ട് എങ്ങനെ വളം ചെയ്യുന്നുള്ള ബാക്കി ഞാൻ കാണിക്കാം. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണുന്നുണ്ടാവും ഇതുപോലത്തെ ചെറിയ ടൈപ്പ് നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ മേടിക്കാൻ കിട്ടും. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതെന്ന് വെച്ചാൽ ഇതിന് വേരിന് എയർ സർക്കുലേഷൻ വേണം നല്ല, എന്നാൽ മാത്രമേ വേര് നന്നായിട്ട് വളരുള്ളൂ. അപ്പം നമ്മൾ ഇതുപോലെ കുത്തി ഇളക്കിയിട്ട് വേരിന് വേണ്ട ഇതിട്ട് കൊടുക്കുക. ഇത് പലർക്കും അറിയായിരിക്കും കേട്ടോ, പക്ഷേ നമ്മളിപ്പോൾ തുടക്കക്കാരുണ്ടാവും, പിന്നെ ചിലവർക്ക് ഈ ഒരു സംഭവം അറിയണമെന്നില്ല. അപ്പോൾ അറിയുന്നവർക്ക് അത് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ബട്ട് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് തോന്നും നമുക്ക് ഇതെല്ലാം അറിയുന്നതല്ലേ, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. പക്ഷേ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീഡിയോ ആയിട്ട് നമുക്കിടാമല്ലോ. അപ്പോൾ അറിയാത്തവർക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ടാട്ടോ. ഓക്കെ, അപ്പോൾ അറിയുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രൂണിങ് വീഡിയോസോ അങ്ങനെ എന്തുണ്ടെങ്കിൽ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് എന്തെല്ലാം വളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്, നമ്മൾ അടുക്കളയിലുള്ള വേസ്റ്റായിട്ടുള്ള പച്ചക്കറി തൊലിയും മുട്ടത്തോടും കൊണ്ട് എങ്ങനെയാണ് നമ്മൾ വളം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇടുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം.
ഇവിടെ ഡെയിലി നമുക്ക് വീട്ടിൽ വരുന്ന ചായച്ചണ്ടി അത് അങ്ങനെ തന്നെ എടുക്കരുത്. നമ്മളൊരു ഗ്ലാസ്സിൽ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമാക്കി അതിലിട്ട് വെക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തു വെച്ചാൽ കൂട്ടത്തിൽ കുറച്ച് മുട്ടത്തോടിൻ്റെ അംശം ഉണ്ടായിരുന്നു, ഒരുമിച്ചായിരുന്നു ഇട്ടായിരുന്നത്. പിന്നെ മുട്ടത്തോട് ഇതും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചാൽ അതിൽ നിന്ന് നമ്മൾ മുട്ടത്തോട് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു പാത്രത്തിലാണ് ഇട്ട് വെക്കാറ്. ചായച്ചണ്ടി അടിയിലും മുട്ടത്തോടൊക്കെ ആയിട്ട് കിടക്കും. അപ്പോൾ അതിൻ്റെ മിക്സ് വന്നാണ്, കുഴപ്പമില്ല. നമുക്കിതിപ്പോൾ പൊടിക്കുമ്പോഴും ഒരുമിച്ചാണ് നമ്മൾ ഇതാക്കുക. അപ്പോൾ മുട്ടത്തോട് മാറ്റിയിട്ട് നമ്മൾ പൊടിക്കുമ്പം ഇതുപോലത്തെ ചെറിയ അംശങ്ങൾ കിടന്നാലും കുഴപ്പമില്ല. ഉച്ചിൽ നിന്നൊക്കെ നല്ലതാണ് ഇങ്ങനെയുള്ള പൊടിക്കുമ്പം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. നമ്മൾ ഉച്ചിനെ അകറ്റാൻ വേണ്ടി ഓർക്കിഡിലൊക്കെ എങ്ങനെ മുട്ടത്തോട് ഏത് ലെവലിൽ പൊടിച്ചിട്ടിടണമെന്ന്. അത് മറ്റേതുപോലെ അധികം പൊടിക്കാൻ പാടില്ല, ഇതുപോലെ ചെറിയ ഇത് വേണം. അതിനൊരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇനി പൊടിക്കുകയാണ്. ഈ മുട്ടത്തോട് നമ്മൾ ഒരു മിക്സിയിൽ, പഴയ മിക്സിയുടെ ഒരു ജാറിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിപ്പോൾ നമ്മുടെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇടുന്നത്. ഓൾറെഡി കഴുകി വെച്ചുകൊണ്ട് ഉള്ളിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ആ മുട്ടയുടെ അംശങ്ങളൊക്കെ കഴുകിയിട്ട് വേണം വെക്കാൻ, അല്ലെങ്കിൽ പിന്നെ ഒരു സ്മെല്ലായിരിക്കും. കഴുകി ഉണക്കിയിട്ട് ഇത് എടുത്ത് വെച്ച സാധനമാണ്. ഇത് നമ്മൾ ഇതിനകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് അതിനകത്തിട്ടിട്ട് നമ്മൾ പൊടിക്കണം. ഇതുപോലെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ പൊടിച്ചാൽ മതി. പൊടിക്കൽ ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം മുട്ടത്തോട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇനി മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കി ഞാൻ എന്നിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത മുട്ടത്തോട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ആക്കി വെക്കുക. അതുപോലെ തന്നെ ഈ ചായച്ചണ്ടി ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓരോരോ ചെടിക്കും അതിനനുസരിച്ച് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ പൊടിച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ കോഫി ഡേയുടെ ഒരു യൂസ് ആൻഡ് ത്രോ കപ്പില്ലേ, അതുപോലെ ഒരു കപ്പിലാണ് എടുക്കുന്നത്. ആ ഒരു കപ്പിൽ ഒരു പകുതിയോളം കപ്പ് എടുക്കുന്നത്. പകുതി പോർഷൻ എടുത്തിട്ടാണ് നമ്മളിതിന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് മുട്ടത്തോട് നമ്മൾ താഴെ രീതിയിൽ വരുന്ന രീതിയിൽ ഇടുക. ആദ്യം ഇങ്ങനെ തന്നെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലുപൊടീൻ്റെ ഒക്കെ അതേ ഗുണം ചെയ്യുന്നതാണ് ഈ മുട്ടത്തോടിൻ്റെ ഇത്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്തിട്ട്. പിന്നെ അത്രയും തന്നെ ചായച്ചണ്ടി നമ്മൾ ഒരു കപ്പായാലും കുഴപ്പമില്ല, കാരണം കുറച്ചുകൂടി കട്ടി വരുന്നതല്ലേ. അപ്പോൾ ഇതുപോലൊരു 3/4 കപ്പ് ഒരു കപ്പിൻ്റെ അടുത്ത് നമ്മൾ ഇതിന് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. സ്പ്രെഡ് ചെയ്തിട്ട് ഇടുക. എന്നിട്ട് നന്നായിട്ട് നമുക്ക് നേരത്തെ അതേ ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് മേളിൽ കിടന്നു പോരുത്, കാരണം മേളിൽ കിടന്നു കഴിഞ്ഞാൽ അത് മണ്ണിലേക്ക് മിക്സ് ആവാൻ ടൈം എടുക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അധികം താഴേക്ക് പോകുന്നുണ്ട്, അപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റുമല്ലോ. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അതിന് പാകത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം മുഴുവൻ മണ്ണിലേക്ക് താഴേക്ക് ഇറങ്ങിപ്പോവും. ആവശ്യത്തിന് മാത്രം ഒഴിക്കുക. പിന്നെ മഴക്കാലമാകുമ്പോൾ നമുക്ക് വേറെ രക്ഷയില്ല. സ്റ്റിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു മേൽമണ്ണും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മളൊരു കപ്പിൽ സാധാരണ മണലോ അല്ലെങ്കിൽ കമ്പോസ്റ്റ് മണലും കൂടെ മിക്സ് ചെയ്ത്, ഇപ്പോൾ ഞാൻ മണൽ മാത്രമേ എടുക്കുന്നുള്ളൂ. കമ്പോസ്റ്റ് വേറൊരു ദിവസമായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അതായത് അതും നമ്മളെ പച്ചക്കറീൻ്റെ കമ്പോസ്റ്റ് തന്നെ, നമ്മൾ വീട്ടിൽ തന്നെയുള്ള ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ്. പിന്നെ മണ്ണിര കമ്പോസ്റ്റ് കിട്ടുവാണെങ്കിൽ അതും നല്ലതാണ് പൂക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എല്ലുപൊടിയും ചായച്ചണ്ടിയും നമുക്ക് റോസിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. പിന്നെ പച്ചക്കറിയുടെ തൊലികളും ഞാൻ മറ്റേ ഓർക്കിഡിൻ്റെ റോസിൻ്റെ ഇതിനിട്ട പോലെ, ഓർക്കിഡ് റോസിന് ചെയ്ത പോലെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കല്ല് ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ കല്ല് അതിൽ നിന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ നല്ല പ്രൂൺ ചെയ്തെടുത്തൊരു റോസുകൾ കിട്ടും. നന്നായിട്ട് ഇതുപോലെ പൂക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു മാസത്തിലൊരിക്കൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് പൂക്കൾ ഉണ്ടാവാറുണ്ട്. പലർക്കും ഡൗട്ടാണ് ഇങ്ങനെയൊക്കെ പൂവ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ. ഇതിപ്പം ഒരു കുറച്ച് മഴയൊക്കെ വരുന്നതുകൊണ്ട് പൂവൊന്നും ഇച്ചിരി കുറഞ്ഞതാണ്. ഇതുപോലെ ഉണ്ടാവാറുണ്ട് നിറച്ച്. ഇതിൻ്റെ ഈ ബഡാണ് ഏറ്റവും ഭംഗി കാണാൻ. ഇതുപോലത്തെ ബഡ് ഭയങ്കര രസമാണ് ഇതിന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ആകർഷണം, വിരിഞ്ഞ് കഴിഞ്ഞാൽ അത്ര വലിയ ഭംഗിയില്ല, കണ്ട ഇതുപോലെയാണ് പൂ വരിക. പക്ഷേ ഈ ബഡ് പോർഷനിലെത്തുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ഭംഗിയായി റോസിനെ കാണാൻ. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഒരു രീതി പറഞ്ഞത്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ചെടികളുമായിട്ടുള്ള ബന്ധപ്പെട്ട് താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാൻ പല വീഡിയോസും ചെടികളുടെ ഇടാറുണ്ട്, തുടക്കക്കാർക്കും. പിന്നെ ചില വീഡിയോസ് ചിലവർ പറയാറുണ്ട്, നമുക്ക് അറിയാമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, നല്ലതായിട്ട് വന്നു എന്ന് പറയാറുണ്ട്. അതുപോലെ നിങ്ങളും കമൻറ്റ്സ് ചെയ്യുക. എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമുക്ക് ഓരോ ദിവസം ഇമ്പ്രൂവ്മെൻറ്റുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ. പിന്നെ ഏതെങ്കിലും നിങ്ങൾക്ക്
പ്രത്യേകിച്ച് ഏതെങ്കിലും ചെടീനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോസ് ഇടാനുണ്ടെങ്കിൽ നിങ്ങളതും കമൻറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.